നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആനുവൽ ടേൺ ഓവർ എത്രയാണ്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിമാസ വരുമാനം ഉണ്ടല്ലോ, അതെത്രയാന്ന് പറഞ്ഞാൽ മതി. ഒരു 10-30,000 രൂപ എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. പിന്നെ അത് കൂടി കൂടി വരും. അല്ലേടി പായലേ? അതൊക്കെ ഉണ്ടാവും ചേച്ചി. സപ്പോസ് ഇയാളുടെ മാരേജ് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വിചാരിക്കുക, പിന്നെ താൻ എങ്ങനെ ഈ ലോൺ ഫോളോ അപ്പ് ചെയ്യാം? എനിക്ക് ഇപ്പോഴൊന്നും ആലോചിക്കണില്ല സാറേ. പിന്നെ വരുണ്ടല്ലോ സാറേ. അപ്പൊ ഇവരൊന്നും കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അയ്യോ, ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതാ സാറേ. ഞങ്ങളെ പാർട്ട്നേഴ്സാ. അപ്പൊ നിങ്ങൾ 4 പേരും പാർട്ട്നേഴ്സ് ആണോ? അതെ സാറേ. അപ്പൊ ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല സാറേ. ഒരു ദിവസം പങ്കജേച്ചിയുടെ വീടിന്റെ കുഞ്ഞേറെ തിരിക്കുമ്പോ സാമിപ്പോടത്തിന് മുന്നിൽ വെച്ച് എല്ലാരും കൂടെ ഒറ്റ തീരുമാനം എടുക്കലായിരുന്നു. പായലിന്റെ കൊട്ടഞ്ഞാത്തിയും ലളിതേച്ചിയുടെ വളയും പങ്കജേച്ചിയുടെ കാപ്പവന്റെ കമ്മലും എന്റെ മോതിരൊക്കെ കൂടി കുഞ്ഞാർതോട്ടിന്റെ കടയിൽ കൊണ്ട് അപ്പൊ തന്നെ പണയം വെച്ചു. പിന്നെ കുറച്ചു കാശ് പള്ളിക്കാരും തന്നു. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ഹൈറ്റ് എത്രയാ? ഐ മീൻ നിങ്ങൾ ഉണ്ടാക്കുന്ന മെഴുകുതിരിയുടെ ഉയരവും മണ്ണൊക്കെ ഉദ്ദേശിച്ചേ? ഹൈറ്റ് ഞങ്ങൾ 15 എടുക്കാറ്. പിന്നെ നേർച്ചത്തിരി ഓർഡർ വരും. അത് ഓരോരുത്തരുടെ തൂക്കത്തിനനുസരിച്ച്. അല്ലെങ്കിൽ ഇത്ര അടിയെന്ന് പറയും. അപ്പോ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും.